ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞങ്ങൾ ആലപ്പുഴ ഒരു ബോട്ടിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആലുവയിൽ നിന്ന് നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് വിടുകയാണ്. പക്ഷേ റോഡ് പണിയൊക്കെ നടക്കുന്നുണ്ട്. തുറവൂർ ഭാഗത്തൊക്കെ എന്തോ ഓവർ ബ്രിഡ്ജോ എന്തൊക്കെയൊക്കെ, അതുകൊണ്ട് കുറേ നാളായിട്ട് ഞങ്ങൾ ആലപ്പുഴ വഴിക്കോ ഒന്നും പോവാറേ ഇല്ല. ട്രിവാൻഡ്രത്തൊക്കെ പോകുന്നത് MC റോഡ് വഴിക്കാണ്. പക്ഷേ ഇത് നമുക്ക് ആലപ്പുഴയിൽ പോകേണ്ടത് കൊണ്ട് ആ വഴിക്ക് തന്നെ പോയല്ലേ പറ്റൂ. ചേർത്തല ഭാഗത്തൊക്കെ റോഡ് പണി നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 7:30 ആയപ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്തു. ആലപ്പുഴയിൽ ഒരു 9:30 അടുപ്പിച്ച് എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. കാറ് ഞങ്ങൾ അവിടെ ഒരു പേ ആൻഡ് പാർക്കിലിട്ടിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബോട്ട് ജെട്ടി. അവിടേക്ക് ചെന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പവും മുട്ടക്കറിയും പിന്നെന്താ ഗീ റോസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലതാണ്. കഴിച്ചു. ഈ കാണുന്നത് നമ്മൾ കയറി ബോട്ടിങ്ങിന് പോകുന്ന വേഗ 2 എന്നുള്ള ജലഗതാഗത വകുപ്പിൻ്റെ ഒരു സംരംഭമാണ്. ബോട്ടാണ്. അതായത് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് നടത്തുന്നതാണ്. അങ്ങനെ ബോട്ടിൽ കയറി 10 മണിക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞിരുന്നത്. ഞങ്ങൾ 10 മണിക്ക് തന്നെ എത്തി. 10:10 ആയപ്പോഴത്തേക്കും എത്തി. അവിടെ നിന്ന് നമ്മൾ ബോട്ടിൽ കയറി. ഇത് ബുക്ക് ചെയ്തപ്പം ഫോണിലാണ് കേട്ടോ ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തപ്പോൾ നമ്മൾ പൈസയൊന്നും അടയ്ക്കേണ്ട, നമ്മുടെ സീറ്റ് ഉറപ്പ് വരുത്തിയാൽ മതി. ചെന്ന് കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റൊക്കെ ചെയ്യേണ്ടത്. എന്നിട്ട് ഞങ്ങൾ ബോട്ടിൽ കയറി. അവിടെ നമ്മൾ കംഫർട്ടബിളായിട്ടുള്ളൊരു സീറ്റിലിരുന്നു. സൈഡ് സീറ്റ് തന്നെ ഞാൻ എടുത്തു, എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നേരം 11 മണിക്ക് ഈ ബോട്ട് വിടുള്ളൂ, സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത്രയും സമയം എല്ലാവരും അവരവരുടെ സീറ്റിലിരുന്ന് പേയ്മെൻറ്റൊക്കെ നടത്താനായിട്ട് ആ സമയത്താണ് അവർ പൈസയൊക്കെ മേടിക്കാൻ വരുന്നത്. ഇവിടെ AC-യും നോൺ AC-യും 2 ഇതായിട്ടാണ്, ക്യാബിൻ പോലെയാണ്. അതിൽ AC-ക്ക് 600 രൂപയും നോൺ AC-ക്ക് 400 രൂപയാണ് ഇവർ മേടിക്കുന്നത്. പിന്നെ ഇതിനകത്ത് ഫുഡൊന്നും പെടില്ല. ഫുഡൊക്കെ നമ്മൾ അഡീഷണലായിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിക്കണം. പക്ഷേ ഇതിനകത്ത് ഫുഡൊക്കെ കിട്ടും. ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബശ്രീ ചേച്ചിമാർ നടത്തുന്ന ലഞ്ചും ടീ സ്നാക്സും ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറിയിരുന്നു. ഒരു 11 മണിയോടടുത്ത് തന്നെ മിക്കവാറും ആൾക്കാരൊക്കെ വന്ന് ഫുള്ളായി ബോട്ട്. ഇതെല്ലാവരും തന്നെ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ബുക്കിംഗ് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇത് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ടിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ. ഇതിൽ 5 സ്റ്റാഫുണ്ട്, ഇൻക്ലൂഡിങ് ഡ്രൈവർ. ബോട്ടിലെ സ്റ്റാഫിൻ്റെ തന്നെ വാക്കുകളൊന്നും നമുക്ക് കേട്ടു നോക്കാം. എല്ലാവർക്കും നമസ്കാരം. കുട്ടനാടിന്റെ ആ സൗന്ദര്യവും കനാലുകളിലേക്ക് ആ മനോഹാരിതയ്ക്ക് ഒന്ന് ആസ്വദിക്കുന്നതിനായി കിഴക്കിന്റെ വെന്നീസായ ആലപ്പുഴയിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തരും സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ പേരിലുള്ള ഊഷ്മളമായ സ്വാഗതം. കുറെ നേരം കൊണ്ട് ബലം പിടിച്ചിരിക്കല്ലേ, കൈയടിക്കാൻ രസമാണ് അല്ലേ? എന്തിനാണെന്നറിയോ, ഒരു കൈയടി ചിരിയും പറയുമ്പോൾ നമ്മുടെ യാത്ര വേറൊരു ലെവലിലേക്ക് എത്തിക്കും. നോക്കൂ, നമ്മള് സാധാരണ യാത്ര പോകുന്ന നമ്മുടെ സുഹൃത്തുക്കളും അല്ലെ, ഫാമിലിയൊക്കെ ആയിട്ടാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഏകദേശം 122 പേരുണ്ട്. ജീവിതത്തിൽ ഇതുവരെ കാണാത്ത, ഒരു പക്ഷേ ഇനി ജീവിതത്തിൽ കാണാൻ സാഹചര്യമില്ലാത്ത കുറച്ച് പേരുമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഏതാനും മണിക്കൂർ കാഴ്ചകൾ. നിത്യജീവിതത്തിന്റെ നമ്മുടെ ഈ തിരക്കേറിയ ജനങ്ങൾക്കിടയിൽ ഒരു അവധിക്കാലത്തിന്റെ സ്വാതന്ത്ര്യം തേടിയെത്തി നിങ്ങൾക്കായി ഒരു കുട്ടനാടൻ ദൃശ്യവിരുന്ന് ഒരുക്കാൻ ഇന്നേ ദിവസം വേഗയിലൂടെ ഞങ്ങൾക്ക് അവസരം ഒരുക്കിയത് തന്നെ ആദ്യമായി നിങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും ഈ വേളയിൽ അർപ്പിച്ചു. ആരംഭിക്കാൻ പോകുന്ന ഈ യാത്ര വടകരയിലൂടെ സഞ്ചരിച്ച് പിന്നെയോ ഓളപ്പരപ്പിലെ ഒളിപ്പിച്ചെന്ന് കുട്ടനാടൻ ജനതയുടെ ഉത്സവം എന്നൊക്കെ നാം കേട്ടിട്ടുള്ള ചരിത്ര പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള അരങ്ങേറുന്ന പുന്നമടക്കായലിലേക്ക് എത്തിച്ചേർന്നു. ബോട്ടിലുണ്ടായിരുന്ന 5 പേരിൽ ഒരാളാണ് ഇദ്ദേഹമാണ് എല്ലാവരെയും വെൽക്കം ചെയ്തത്. വളരെ നല്ല രീതിയിലുള്ള സംസാരം, നല്ല ഹിസ്റ്റോറിക്കലായിട്ടും ജിയോഗ്രഫിക്കലായിട്ടുമുള്ള നല്ല നോളജുള്ള ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നി. പിന്നെ എടുത്തു പറയേണ്ടത് ഇവരുടെ ഒരു ഹോസ്പിറ്റാലിറ്റി. കൃത്യം 11 മണിക്ക് തന്നെ നമ്മൾ ബോട്ട് ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ടായി. അതിനുള്ളിൽ തന്നെ ടിക്കറ്റൊക്കെ എല്ലാവർക്കും കൊടുത്തു, പൈസയെല്ലാം കളക്ട് ചെയ്തു. പിന്നെ ഇതുപോലെ തന്നെ ഒരു വെൽക്കം പറഞ്ഞു സ്റ്റാഫിലൊരാൾ. പിന്നെ അതുപോലെ തന്നെ ഇടയ്ക്ക് തന്നെ അവരിങ്ങനെ പറഞ്ഞൊക്കെ തന്നിരുന്നു. മാറി മാറി ആൾക്കാർ വന്ന് ഓരോരുത്തർ മാറിയൊക്കെ പറഞ്ഞു തന്നു. 2 പേരാണ് അതിൽ കൂടുതലും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തത്.
അങ്ങനെ നമ്മൾ ഫുഡ് ഇവിടെ ഈ ബോട്ടിൽ തന്നെ ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചും രാവിലത്തെ ടീ സ്നാക്സൊക്കെ ബോട്ടിൽ തന്നെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞാൽ അതിന് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം. പക്ഷേ അത് കുടുംബശ്രീയുടെയാണ്. ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഒരല്പം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും കുടുംബശ്രീയുടെ ഫുഡൊക്കെ ഇവിടെ നിന്നാണ് കയറ്റിയത്. അപ്പോഴത്തേക്കും ബോട്ട് അവിടെ അടുപ്പിച്ചു. എന്നിട്ട് ഫുഡെല്ലാം എടുത്തു വെച്ചു ബോട്ടിലേക്ക്. ഉച്ചയ്ക്കുള്ള ലഞ്ച് നമ്മൾ പാതിരാമണൽ എന്ന് പറഞ്ഞ ആ ദ്വീപിൽ പോയി കണ്ടതിന് ശേഷമാണ് കഴിക്കുന്നത്. കണ്ടോ, നമ്മൾ ഇവിടെ ബോട്ടുകൾ, ഹൗസ് ബോട്ടുകൾ ഇങ്ങനെ നിര പിടിച്ച് കിടക്കുക. എത്ര എന്ന് ഒരു കണക്കും കഴിയില്ല, അതേപോലെ ഉണ്ട്. ഒരു 3000-ലധികം ഒക്കെ ഉണ്ടാവുമെന്നാണ് ഇവിടുത്തെ ഈ ബോട്ടിലെ സ്റ്റാഫ് പറയുന്നത്. കൂടുതലും പ്രൈവറ്റ് ബോട്ടുകളാണ്. ഇത് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ്. ഓൾമോസ്റ്റ് എല്ലാ സീറ്റും തന്നെ ഫുള്ളായിരുന്നു. 124ഓളം യാത്രക്കാരുണ്ടായിരുന്നു ഇതിനകത്ത്, സഞ്ചാരികൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ 5 ജോലിക്കാർ, സ്റ്റാഫ്, ഈ ബോട്ടിലെ സ്റ്റാഫ്. പിന്നെ കുടുംബശ്രീക്കാർ, അതായത് ഈ ഫുഡൊക്കെ തരാനായിട്ട് കുടുംബശ്രീയിലുള്ള ചേച്ചിമാർ, അവരും ഉണ്ടായിരുന്നു, ഒരു 2-3 പേര്. വളരെ സ്ലോ ആയിട്ട് തന്നെയാണ് പോയത്. അങ്ങനെ ഭയങ്കര സ്പീഡിൽ പോയി നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അടുത്ത ഘട്ടം നാം എത്തിച്ചേർന്നിരിക്കുന്നു. ആമുഖത്തിൽ സൂചിപ്പിച്ച പോലെ പുന്നമടക്കായലിലെ വിരുമാലിലെ ഇവിടെയാണ് നിങ്ങൾ ടി വി ചാനലിലൊക്കെ ആ ചർച്ചാ പ്രസിദ്ധമായ നെഹ്റു ട്രോഫി ജലമേള അല്ലെ ടിവിയിലേക്ക് കണ്ടിട്ടുണ്ട്. നടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വേഗം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേട്ടില്ലേ, പുന്നമടക്കായലിൽ കൂടിയാണ് പോകുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം. കുറേ ഇപ്പം അവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തി കിടപ്പുണ്ട്. പക്ഷേ ഈ വള്ളംകളി നടക്കുന്ന സമയത്ത് ഇതൊന്നും ഇവിടെ കാണില്ല. കാരണം വള്ളംകളിക്ക് അത് സ്റ്റാർട്ടിങ് പോയിൻറ്റും ഫിനിഷിംഗ് പോയിൻറ്റും ഒക്കെ എത്തുന്നവരെ ഒരു തടസ്സം ഉണ്ടാവരുതല്ലോ. അങ്ങനെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആ ഏരിയയിൽ കൂടിയപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. കണ്ടോ, ഇതെല്ലാം ഹൗസ് ബോട്ടുകളാണ്, ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹൗസ് ബോട്ട്. 3000 എന്ന് പറഞ്ഞതിൽ ഒരത്ഭുതം. അദ്ദേഹത്തിന്റെ തിരുവിതാംകൂർ സന്ദർശനത്തോടനുബന്ധിച്ചാണ് നെഹ്റു ട്രോഫി ഇവിടെ ആരംഭിച്ചത്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് വന്നത് ജലമാർഗമായിരുന്നു. അങ്ങനെ ജലമാർഗം സഞ്ചരിച്ചു വന്ന പണ്ഡിറ്റ്ജിയെ ആലപ്പുഴക്കാരെ കുട്ടനാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത് ചുണ്ടൻ വള്ളങ്ങളുടെ ഒരു അകമ്പടിയോടുകൂടിയാണ്. ഇതാണ് പിൽക്കാലത്ത് ഇവിടെ നെഹ്റു ട്രോഫി എന്ന ജലമേള ആരംഭിക്കാൻ കാരണമായി തീർന്നത്. അപ്പോ എക്സാക്ട്ലി നമ്മുടെ വാഹനം കടന്നു പോകുന്നു തെക്ക് ദിശയിൽ നിന്നും വടക്ക് ദിശയിലേക്ക്. അപ്പോ ഫിനിഷിംഗ് പോയിന്റ് വഴിയാണ് നമ്മളിപ്പോ കടന്നു പോകുന്നതെങ്കിൽ ഇവിടുന്ന് ഏകദേശം 1250 മീറ്ററുകൾക്കപ്പുറം വടക്ക് ദിക്കിലായിട്ട് എന്തായിരിക്കും സ്റ്റാർട്ടിംഗ് പോയിന്റ്. അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഈ 4 ട്രാക്കുകളിലൂടെ ഈ ഓളപ്പരപ്പിൽ എന്തായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലെ, ഹൗസ് ബോട്ടുകൾ കാണില്ല. ഈ ഓളപ്പരപ്പിന് 4 ട്രാക്കുകളായിട്ട് തിരിക്കും. ആ 4 ട്രാക്കുകളിലൂടെയാണ് ചുണ്ടൻവള്ളം, വെപ്പ്, ഇരുട്ടുകുത്തി ഓടി തുടങ്ങി മത്സരം നടക്കുന്നെങ്കിൽ ആ ചാച്ചാജിയുടെ കയ്യൊപ്പോട് കൂടിയ വെള്ളിക്കല്ല് സ്വന്തമാക്കുന്നത് ഏകദേശം 100-ലധികം ഒരേ സമയം പങ്കെടുക്കുന്ന ആ ചുണ്ടൻവള്ളത്തിൽ ഒന്നാമതെത്തുന്ന ആ ട്രോഫി കരസ്ഥമാക്കും. അങ്ങനെ ആലപ്പുഴയിലെത്തിയ സഞ്ചാരികൾ നമ്മൾ യാത്രയുടെ ആദ്യഘട്ടം കടന്നു പോകുന്നു. ആ ചരിത്രപ്രസിദ്ധമായ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോട്ടെ. പുന്നമടക്കായൽ 10-15 മിനിറ്റ് കൊണ്ട് താണ്ടുമ്പോൾ ഇടതുവശം നിങ്ങളെ കാത്തിരിക്കുന്ന ഇവിടുത്തെ ബോട്ട് ഓരോ സ്ഥലത്തെ കൂടി കടന്നു പോകുമ്പോൾ ഇവർ അതിനെപ്പറ്റി പറഞ്ഞു തരും. അതാണ് ഞാൻ ഇടയ്ക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും നല്ല അടിപൊളി പാട്ടുകൾ, അതായത് വള്ളംകളിയുടെ പാട്ടുകളാണ്, നല്ല അടിച്ചു പൊളിക്കണ പാട്ടുകൾ, നല്ല രസമാണ്. പക്ഷേ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനു മുമ്പ് അങ്ങനെ ചെയ്തിട്ട് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ ആ പാട്ടുകളൊന്നും തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല.
കായലിൻ്റെ സൈഡിലൊക്കെ കാണുന്നത് റിസോർട്ടുകളാണ്. ഏതാണ്ടൊരു 300-ലധികം റിസോർട്ട്സ് ഇതിൻ്റെയൊക്കെ സൈഡിൽ തന്നെ ഉണ്ട്. അത്രയധികം റിസോർട്ട്സ് ഉണ്ട്. അത് തന്നെ ചെറിയ ചെറിയ ഇതുകൊണ്ട് വലിയ വലിയ ഗ്രൂപ്പിൻ്റെ റിസോർട്ട്സും ഉണ്ട്. അതൊക്കെ അതിൻ്റെയൊക്കെ ചാർജസൊക്കെ അതുപോലെ തന്നെ വ്യത്യാസമായിരിക്കും. സഞ്ചാരികളൊന്ന് ശ്രദ്ധിച്ചോളുക. അങ്ങനെ യാത്രയുടെ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. കേരളത്തിലേക്ക് ഏറ്റവും വലിയ കായലായ വേമ്പനാട്ട് കായലിന്റെ പെരുമാറിലേക്ക്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം അങ്ങനെ 3 ജില്ലകളിലായിട്ട് അതിവിശാലമായി പരന്നു കിടക്കുന്ന ഈ വേമ്പനാട്ട് കായലിലെ പെരുമാറിലേക്ക് പശ്ചിമഘട്ടത്തിൽ നിന്ന് ഒഴുകിയെത്തുന്നത് ഏകദേശം 6ഓളം നദികളാണ്. പമ്പ, മീനച്ചിൽ, പെരിയാർ, അച്ചൻകോവിൽ, മണിമല, മൂവാറ്റുപുഴ തുടങ്ങിയ ഈ നദികൾ വഹിച്ചുകൊണ്ട് വരുന്ന ആ ജലസ്രോതസ് തന്നെയാണ് അറബിക്കടൽ പോലെ വിശാലമായി കിടക്കുന്ന ഈ വേമ്പനാട്ട് കായലിൽ 365 ദിവസവും ഇത്ര ജലസമൃദ്ധമായിട്ട് നിർത്താൻ സാധിക്കുന്നത്. പിന്നെയോ കരിമീനും, കൊഞ്ചും, ഞണ്ടും, കക്കാറച്ചിയും തുടങ്ങിയ വിവിധ തരത്തിലുള്ള മത്സ്യവിഭവങ്ങളുടെ ഒരു വൻ ശേഖരമായി ഈ വേമ്പനാട്ട് കായൽ മാറാനും കാരണം ഈ നദികൾ കൊണ്ടുവരുന്ന ആ ജലസ്രോതസ് തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത 1 മണിക്കൂർ സഞ്ചരിക്കാൻ പോകുന്നു. യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പാതിരാമണ ലക്ഷ്യം വെച്ചാണ് വേമ്പനാട്ട് കായലിലെ പടിഞ്ഞാറ് ഓരത്തോടെ സഞ്ചരിക്കുന്നെങ്കിൽ ഇടതുവശം ആലപ്പുഴ പട്ടണവും വലതുവശം നോക്കി ഹൗസ് ബോട്ട് യാനങ്ങളെല്ലാം ലക്ഷ്യം വെച്ച് സഞ്ചരിക്കുന്ന ആ കുട്ടനാടിലെ ആ ഗ്രാമപ്രദേശം അഥവാ നെൽവയലുകളാണ് അവിടെ എത്തിച്ചേരുന്നത്. അപ്പൊ ഇനി അടുത്ത 1 മണിക്കൂർ നമ്മുടെ യാത്ര വേമ്പനാട്ട് കായലിലാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഇടതുവശം കാണുന്ന കരപ്രദേശം ആലപ്പുഴ പട്ടണത്തിന്റെ അതിർത്തിയാണ്. ഇവിടുന്ന് ഒരു 3.5-4 കിലോമീറ്റർ പടിഞ്ഞോട്ട് സഞ്ചരിച്ചാൽ എന്താണ് അറബിക്കടലാണ് അല്ലെ. കയ്യിൽ മൊബൈൽ ഉണ്ടെങ്കിൽ നോക്കിയാൽ കാണാം. നോക്കൂ, അറബിക്കടൽ ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുന്നു. അറബിക്കടലിലെ സമുദ്രനിരപ്പിൽ നിന്നും 1 മുതൽ 3 മീറ്റർ വരെ താഴെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്ന വേമ്പനാട്ട് കായൽ എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നോക്കൂ, ഇന്തോനേഷ്യയിലോ നമ്മുടെ തമിഴ്നാടിന്റെ തീരത്തൊക്കെ അടിച്ച ആ സുനാമി പോലുള്ള സംഭവ പ്രതിഭാസങ്ങൾ ഈ തീരങ്ങളിൽ കൂടുതലായിട്ട് സഞ്ചാരികളെ ഈ കായൽ പെരുമാറിലേക്ക് ആകർഷിക്കാനും ഈ കാഴ്ചകൾ തന്നെയാണ്. വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നെ. നമുക്കൊന്നും അറിയാൻ മേലെങ്കിൽ പോലും ഇവർ ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊരു നല്ലൊരു ഐഡിയ ഉണ്ടാകും. അപ്പോൾ അത് നല്ലതല്ലേ, നമ്മുടെ യാത്രകളിൽ അത് വളരെയേറെ ഉപകാരപ്രദമാകും. 11 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 4 മണിക്ക് നമ്മൾ തിരിച്ചെത്തും. അതായത് സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തും. അപ്പോൾ 5 മണിക്കൂറാണ് നമ്മളുടെ യാത്ര. യാത്രയ്ക്ക് ഉണർവേകാൻ ഈ സ്റ്റാഫും യാത്രക്കാരും ഒക്കെ കൂടി ഒരു പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കാണിച്ചു തരാം.
ബോട്ടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കുറച്ച് സമയം, അത് അവരുടെ ആ സ്റ്റാഫിൻ്റെ പ്രസൻസിലാണ് കേട്ടോ, എല്ലാ യാത്രക്കാരെയും അനുവദിച്ചു. അപ്പോൾ കാരണം ഇത് നമ്മളുടെ ബോട്ടിങ്ങിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ തന്നെ അതാണല്ലോ, ആ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെ തന്നെയല്ലേ. യാത്രക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കാനായിട്ട് 2 സ്റ്റാഫ് പ്രത്യേകമുണ്ട്. അവരുടെ പ്രസൻസിലാണ് നമ്മൾ അവിടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തത്. കണ്ടില്ലേ, ബോട്ടിൻ്റെ ഫ്രണ്ട് പോർഷനാണിത്. കണ്ടോ, കുറച്ച് പേര് ഓരോ ടേൺ ബൈ ടേൺ ആയിട്ടാണ് കുറച്ച് പേര് പോയി അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തത്. ദേശാടന ഇനത്തിൽപ്പെട്ട ചിത്രശലഭങ്ങളുടെയും അപൂർവ ഇനം ഷഡ്പദങ്ങളുടെയും വിവിധ വർഗത്തിൽപ്പെട്ട ഉരകജന്തുക്കളുടെയും ഒക്കെ ആവാസ കേന്ദ്രം കൂടിയാണ് പാതിരാമണൽ ദ്വീപ്. 1974 വരെ ജനവാസ കേന്ദ്രമായിരുന്ന ഈ ദ്വീപിന്റെ ജൈവ പ്രാധാന്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ ദ്വീപ് നിവാസികളെ പുനരധിവസിപ്പിച്ച് വേമ്പന. ഇനി നമ്മൾ പോകുന്നത് പാതിരാമണൽ, ഒരു ദ്വീപാണ്. കുറച്ച് ഏരിയ മാത്രമുള്ള ഒരു ദ്വീപാണ്. ഇതിൽ പോയിട്ട് നമ്മളൊരു ഹാഫ് ആൻ അവർ അവിടെ സ്പെൻഡ് ചെയ്യാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ബോട്ടിൽ വന്ന് നമ്മൾ ലഞ്ചിൻ്റെ സമയമാവും, അപ്പോഴത്തേക്ക് 1:15 ഉച്ചയ്ക്ക് ലഞ്ച് ബോട്ടിലിരുന്ന് തന്നെ കഴിക്കാം എന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ നേരെ പാതിരാമണലിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. പാതിരാമണലിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ട് ഇവർ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ നമുക്ക് ലഞ്ച് കഴിക്കാനായിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ലഞ്ചുണ്ട്. വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനുമായിട്ടുള്ള ഫുഡുണ്ട്. നമ്മൾ 11 മണിക്കാണല്ലോ അവിടെ നിന്ന് സ്റ്റാർട്ടായത്. ഇപ്പോൾ ഏകദേശം 12:45 ആവാറായിട്ടുണ്ട്. പാതിരാമണൽ എത്തിച്ചേർന്നു. ഇനിയും അധികം സമയമില്ല, ഇപ്പം തന്നെ എത്തും. അവിടെ ഒരു അരമണിക്കൂറാണ് സ്പെൻഡ് ചെയ്യുന്നത്. പാതിരാമണലിൽ ആ ഐലൻഡിലേക്ക് നമ്മൾ ഇറങ്ങി. എല്ലാവരും അവിടെ കുടുംബശ്രീയുടെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പ് പോലെ ഉണ്ട്. അവിടെ അധികം സാധനങ്ങളൊന്നുമില്ല, ഒരു ചെറിയ പെട്ടിക്കട പോലെയൊക്കെയാണ് കണ്ടത്. അവിടെ നിന്ന് നേരെ നടക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിക്കായിട്ടുള്ള ഫോറസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കുറേ മരങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ്. ഒരു ആൾക്കാർക്ക് നടക്കാനുള്ള ഒരു വഴി ഇട്ടിട്ടുണ്ട്, അത്രമാത്രം. 2 വശത്തും പിന്നെ പാമ്പൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നും നമ്മൾ കണ്ടില്ല. ഒരു ഉടുമ്പിനെ കണ്ടു, അതിനെ ഫോട്ടോ എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് നടക്കുകയാണ്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമ്മുടെ ബോട്ടിൽ വന്നത് കൂടാതെ വേറെ ബോട്ടുകളിലൊക്കെ വന്ന ആൾക്കാർ ഈ പാതിരാമണൽ ഈ ഐലൻഡിലേക്ക് വന്നിറങ്ങിയിട്ടുണ്ട്. കുറേ പേര് അങ്ങോട്ട് പോകുന്നു, കുറച്ച് പേര് തിരിച്ചിങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊക്കെ കണ്ടു. ഇതിൻ്റെ അറ്റം വരെ നമ്മൾ നടന്നെത്തി. കുറച്ച് സമയം മതി, അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 15 മിനിറ്റ് കൊണ്ട് അങ്ങേ അറ്റം വരെ എത്തി. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ കായൽ തന്നെയാണ്. അപ്പോൾ അവിടെ കണ്ടോ, ഫോറസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതേ വലിയ തിക്കൊന്നുമല്ല. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളമുള്ള തോടുകൾ പോലെയൊക്കെ ഉണ്ട്. അവിടെ ഒരു ഗുരുദേവൻ്റെ ഒരു ചെറിയൊരു ക്ഷേത്രം പോലത്തെയാണ്. ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു ഇതേ ഉള്ളൂ. അതിൻ്റെ അടുത്ത് ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ആ ഊഞ്ഞാലിൽ കയറിയിരുന്നൊന്ന് ആടി നോക്കി. പിന്നെ അവിടെ ഇങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയൊരു ഏരിയ ഉണ്ട്, ചെറിയ ഏരിയയാണ്. അതിൽ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നവരൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഞാനിതിൻ്റെ ഏറുമാടം പോലത്തെ സംഭവം കണ്ടോ,
അതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറി അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. ഉണ്ട്, കുറേ ആൾക്കാരുണ്ടായിരുന്നു. പല ബോട്ടുകളിൽ വന്നേക്കുന്ന ടൂറിസ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. കുറച്ച് സമയമൊക്കെ അവിടെ ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് ബോട്ടിലേക്ക് വന്നു. എന്നിട്ട് ബോട്ടിൽ ഫുഡൊക്കെ കഴിച്ചു. നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഞാൻ വെജിറ്റേറിയനും ഹസ്ബൻഡ് നോൺ വെജും കഴിച്ചു. 1:30 മണിയോടുകൂടി നമ്മൾ തിരിച്ചു പോന്നു. ഒരു റൗണ്ട് വെച്ചു, ഒരു 360 ഡിഗ്രി. ജലപാതം എങ്ങനെയാണെന്ന് വെച്ചാല് ഇതേപോലുള്ള എന്തെങ്കിലും ബോട്ടുകളൊന്നും അല്ലായിരുന്നു. പിന്നെന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഹൗസ് ബോട്ടുകളിൽ എന്തായിരുന്നു അക്കാലത്ത് കെട്ടുവള്ളങ്ങൾ അഥവാ കേവുവള്ളങ്ങൾ എന്ന് പറയുന്ന ആ സാധനം ഉപയോഗിച്ചിട്ടാണ് ഇവര് സഞ്ചാരമൊക്കെ നടത്തിയിരുന്നത്, കാർഗോ സർവീസ് നടത്തിയത്. പിന്നെ സായിപ്പന്മാർ വരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മലയാളികൾ എന്ത് ചെയ്തു, റോഡ് വേസ് ഒക്കെ വന്നു, കെട്ടുവള്ളം ഉപയോഗം ഇല്ലാതായപ്പോ അതിന് നേരെ ബോട്ട് ഹൗസ് അഥവാ ഹൗസ് ബോട്ട് മാറ്റി. ഇപ്പൊ ഇരുമ്പിന്റെ ബോട്ടൊക്കെ എന്താണ് കായലിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അതിന്റെ അകത്ത് ആളുകൾ താമസിക്കുന്നുണ്ട്, അവിടെ ഭക്ഷണവും പാചകം ചെയ്യുന്നുണ്ട്, കളി ഇതൊക്കെ തന്നെ ആയിരിക്കും ആ ഒരു കൺസെപ്റ്റ് ഈ രീതിയിൽ വന്നത്. ഇപ്പൊ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞല്ലേ, റിലാക്സിംഗ് മൂഡാണ്. ഇപ്പൊ ഡാൻസിന്റെ സമയമൊന്നുമല്ല. ഒരു കൊച്ചു ഗ്രാമം മീനച്ചിലാറിന്റെ വരദാനം എന്നാണ് ചരിത്രകാരന്മാർ കുമരകത്തെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മീനച്ചിലാറ് വർഷങ്ങൾ കൊണ്ട് തഴുകിക്കൊണ്ടുവന്ന റിസോർട്ടിന്റെ ശ്രേണിയിൽ പെടുത്താവുന്ന ഒരു സ്റ്റാർ റിസോർട്ടാണ് റാഡിസിന്റെ നമ്മൾ ഇപ്പോൾ കാണുന്ന സൂര്യ. ഇതില് നമ്മൾ പറഞ്ഞ 100 റൂമുകളിൽ ഒരു 10-12 ലക്ഷറി വില്ലകളാണ്. അതാണ് ഈ തീരത്ത് കാണുന്നത്. സ്വിമ്മിംഗ് പൂൾ അറ്റാച്ചോട് കൂടിയ ആ വില്ലകൾ നമ്മളിങ്ങനെ തലയെടുപ്പോടെ നമ്മൾ നോക്കി നിൽക്കുന്ന കാണാം അല്ലെ. ചെറിയ പൈസക്കൊന്നും പറ്റില്ല കേട്ടോ, 400 പരിപാടി നടക്കില്ല. പൈസയൊക്കെ കൂട്ടി വെച്ചു. മൊബൈലിൽ നോക്കിയേ കാണാം, ഏകദേശം 50,000 രൂപ ഒരു ദിവസമാണ് ഈടാക്കുന്ന രീതിയിലുള്ള ആ ക്ലാസ് റൂമുകളൊക്കെ വില്ലകളൊക്കെ ഈ റാഡിസ് ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ കുമരകത്ത് ലഭ്യമാണ്. നോക്കൂ, സൂര്യ എന്ന ലോഗോ അവർ കുത്തിയിട്ടുണ്ട് അല്ലെ. അതിന്റെ ഉള്ളിലേക്ക് എന്താണ്, ആർട്ടിഫിഷ്യൽ തടാകം കാണാം. ഈ തടാകത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് 2 മാർഗവും നമുക്ക് ഇവിടെ ചെക്ക് ഇൻ ആക്കാം. എങ്ങനെയൊക്കെയാണ്, റോഡ് വൈസിൽ വാട്ടർ വൈസിൽ. റാഡിസിന്റെ വില്ലാസ് ഈ സൈഡിൽ തന്നെ ഉണ്ട്. ലക്ഷൂറിയസ് വില്ലയുണ്ട്, അല്ലാത്തതുകൊണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ റെൻ്റ് എന്ന് പറയുന്ന അതുപോലെ തന്നെ കാശ് മുടക്കേണ്ടി വരും. പക്ഷേ ഈ കായലിൻ്റെ തീരത്ത് തന്നെയാണ്. കായലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് അവിടെ താമസിക്കും. സഞ്ചാരി എന്ന രീതിയിൽ നമ്മൾ ഒരു ദിവസത്തേക്ക് ഹൗസ് ബോട്ട് ചെയ്യാണെങ്കിൽ ആലപ്പുഴയിൽ നിന്ന് എടുത്താൽ അവരിവിടെ വരില്ല. പിന്നെ എവിടെയാണ്, ആ കുട്ടനാടിന്റെ ഒരു 10-15 കിലോമീറ്റർ. അവിടെ നമ്മുടെ യാത്ര വ്യത്യസ്തമാവുമ്പോൾ നമ്മൾ പാതിരാമംഗലത്തി അവിടുന്ന് കുമരകത്തിന്റെ തീരങ്ങളിലൂടെ കടന്നു പോകും. ഇനി ചെറിയൊരു ചരിത്രത്തിലേക്ക് കൂടി കുമരകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ഏകദേശം 1800 തെങ്ങ് വെയിൻമളയായിട്ട് ഇടകളായിട്ട് കൊക്കോയും കാപ്പിയും കുരുമുളകും ഒക്കെ കൃഷി ചെയ്തിരുന്ന ആ ഒരു സ്ഥലം. ഇതിന്റെ പേരാണ് 6 ബ്ലോക്ക്. ഏകദേശം 1520 ഏക്കറോളം വരുന്ന ഈ കാർഷിക ഭൂമി 1926 കാലഘട്ടങ്ങളിൽ നമ്മൾ എങ്ങനെയാണോ കുട്ടനാട് കാർഷിക ജനങ്ങൾ വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ച് സെയിം പാറ്റേണിൽ നിർമ്മിച്ചെടുത്തു. പക്ഷേ തുടക്കത്തിൽ ഇവിടെ നെൽകൃഷിയായിരുന്നു. അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കർഷകർ തെങ്ങ് കൃഷി ആരംഭിച്ചത്. തെങ്ങ് വളർന്നു, അതെന്തായി, വലിയൊരു തെങ്ങ് തോപ്പായി. പിന്നെ പാലക്കാട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളുചെത്ത് വ്യവസായമുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ആർ ബ്ലോക്ക് മാറി. അതിനോടൊപ്പം തന്നെ എന്താണ്, നല്ല കള്ള് ഷോപ്പുകളും റെസ്റ്റോറന്റുകളും വന്നതോടെ പതിയെ പതിയെ ആർ ബ്ലോക്ക് ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് വളർന്നു. നമ്മളിപ്പോൾ കുട്ടനാട്ടിൽ ആലപ്പുഴ കുമരകത്ത് വന്നാൽ കാണുന്ന എൻഡയർ ടൂറിസം ഒക്കെ ഏതാണ്, ഹൗസ് ബോട്ടുകളും ശിക്കാരയാനകളും നമ്മുടെ ഈ വേഗ പോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ വരുന്നതിന് മുമ്പും കുട്ടനാട്ടിൽ കാണാൻ വരുന്ന സഞ്ചാരി. ഇത് ജലഗതാഗത വകുപ്പിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ, ഒരു സർക്കാർ സംവിധാനമാണ്. അത്രയും വിജയകരമായിട്ട് ഇവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 2019 മറ്റോ ആണ് ഇത് ആരംഭിച്ചതെന്ന് തോന്നുന്നു. എങ്ങനെയായാലും ഇതൊരു വിജയമാണ്. കാരണം ഇത് വിജയിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സ്റ്റാഫിൻ്റെ ഡെഡിക്കേഷനും അതുപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റിയുമാണ്. ആ സഞ്ചാരികളോട് അവർ ഇടപെടുന്നതും അവരെ കെയർ ചെയ്യുന്നതും ഒക്കെ നമുക്ക് അത്രയും ശരിക്കും ഫീൽ ചെയ്യും. പ്രൈവറ്റ് ഇതിലൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവാം. ഞങ്ങളോടൊപ്പം സഹകരിച്ചത് എല്ലാറ്റിനും അപ്പുറം നിങ്ങളുള്ള നന്ദി കടപ്പാടും ഈ വേളയിൽ അർപ്പിക്കാനുള്ളത് പലവട്ടം പറഞ്ഞതാണ്. രാവിലെ പറഞ്ഞത് എന്താണെന്നറിയോ, ഈ സർക്കാർ സംവിധാനം വിശ്വസിച്ചതിന്
കൃത്യം 4 മണിക്ക് തന്നെ ഞങ്ങൾ തിരിച്ചെത്തിച്ചേർന്നു ആലപ്പുഴ ബോട്ട് ജെട്ടിയിൽ. അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ബൈ.